ജാൻമണി ബിഗ് ബോസ് വീടിനകത്ത് കയറി ആദ്യം തന്നെ ജാസ്മിന്റെ അടുത്ത് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് മാപ്പ് പറഞ്ഞത്? സിജോ ഔട്ടായത് അറിഞ്ഞുകൊണ്ട് ജാൻമണി ഞെട്ടിപ്പോയി. ജാൻമണി സിജോ ഔട്ടായോ? അങ്ങനെ ജാൻമണി തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ ഇന്നിനി രാത്രി ഒരാളും കൂടി തിരിച്ചു വരും. ഞാൻ എന്താണ് വീഡിയോ ഇടാത്തത് ഇത്രയും നേരം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ ജാൻമണി ഈ പറഞ്ഞ പോലെ വീട്ടിൽ രാവിലെ എല്ലാവരും ഇങ്ങനെ കളിതമാശ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ലിവിംഗ് റൂമിൽ ഒരു അലമാര കൊണ്ടുവയ്ക്കുന്നു. നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ എല്ലാവരും ഇറങ്ങി വന്നിട്ട് എല്ലാവരും റീ എൻട്രി ആയിരിക്കും എന്നാണ് കരുതുന്നത്. ആരുടെ? സിജോ വരും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ പേര് പറയുന്നില്ലെങ്കിൽ എവിക്റ്റായി പോയ ആരൊക്കെയോ ആണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഭവം ഇവർ ശ്രീതു പറയാണ് ഞാൻ പോയി തുറന്നു നോക്കാന്ന് പറഞ്ഞാൽ അലമാര ഇങ്ങനെ തുറക്കുന്നതും ജാൻമണി ആസ് എ ബ്രൈഡൽ ലുക്ക്, അതെ കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങി ജാൻമണിയാണ് കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ വന്ന് ബിഗ് ബോസ് ഞാൻ വന്ന് എനിക്ക് നീ ഐ ലവ് യു പറയണം. ഞാൻ വന്ന് പോയപ്പോ എനിക്ക് ഐ ലവ് യു പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ വന്നല്ലോ, ഇനി എനിക്ക് ഐ ലവ് യു ടു എൻ്റെ അടുത്ത് പാടിയണം കേട്ടോ ബിഗ് ബോസ്. അപ്പൊ ബിഗ് ബോസ് ജാൻമണിക്ക് വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ തുടക്കത്തിലുള്ള കെട്ടിപ്പിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹിന്ദികളൊന്നും പുറത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ ഇടയ്ക്ക് വെച്ച് അഭിഷേക് എന്തോ ഒരു കാര്യം ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ലൈവിൽ പോലും അത് കാണിക്കുന്നില്ല. അപ്പൊ അഭിഷേക് പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കരുത് എന്ന് ജാൻമണി എടുത്ത് പറയുന്നുണ്ട്. ജാസ്മിൻ ചോദിക്കുന്നുണ്ട് പുറത്തുള്ള എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ, അതായത് ഗബ്രി ഉദ്ദേശിച്ചിട്ടായിരിക്കും. സുഖമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ടാണ് ജാൻമണി നേരെ പോയി ജാസ്മിനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ടാണ് ജാസ്മിൻ സോറി എനിക്ക് തെറ്റുപറ്റിപ്പോയി, സോറി എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാര്യമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഗബ്രി ആയിട്ട് വല്ല കാര്യത്തിന്റെ അതിന്റെ വല്ലതും ആണോ എന്തോ എനിക്ക് ഓർമ്മയില്ല. ഒരു ടോപ്പിക് എന്താണ് ജാൻമണി ഈ പറയുന്ന ജാസ്മിൻ അടുത്ത് എന്ത് ചെയ്തിട്ടാണ് സോറി പറഞ്ഞതെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം അങ്ങനെ ജാൻമണി സോറി പറയുവാണ്. പിന്നീട് അതിനുശേഷം സോറി പറഞ്ഞതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിനെ കെട്ടിപ്പിടിക്കുന്നു. ഓക്കെ എടാ സെറ്റ്. ഋഷിയെ കെട്ടിപ്പിടിക്കുന്നു. തുള്ളലും ചിരിൽ ബിഗ് ബോസ് സീക്രട്ട് വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാൻമണി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇനി ബാക്കി ഇവിടെ ആര് പോയത്, ഈ ആഴ്ച ആര് പോയി? അപ്പോഴ് അത് നോറേ സിജോ പോയോ? അപ്പൊ ജാൻമണി ഞെട്ടുവാണ്. സിജോ പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ ജാൻമണി ഷോക്കാണ്. കാരണം ജാൻമണി ഒന്നും പ്രതീക്ഷിക്കുന്ന പോലുമില്ല ഈ പറഞ്ഞ സിജോ ഔട്ട് ആവും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി 7:30 ആകുമ്പോഴത്തേക്കും ആയിരിക്കും ഇനി അടുത്ത ഒരാൾ കൂടി കയറിയിട്ടുണ്ടെന്ന് അറിയുന്നു. അത് ഒന്നുകിൽ മിക്കവാറും യമുന റാണി ആവാനാണ് ചാൻസ്. ഞാൻ അറിഞ്ഞിട്ടില്ല അത് ആരാണെന്നുള്ള കാര്യം, ഞാൻ അറിഞ്ഞിട്ടില്ല. അത് നമുക്ക് നോക്കാം ആരാണെന്ന്. അത് മാത്രമല്ല നമുക്ക് ആ കാര്യം ലൈവിൽ ഞാൻ നോക്കാം. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പം എന്താണ് ഈ കാരണത്തിരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടണമെന്ന്. സിജോ എൻ്റെ ഫ്രണ്ടിനുപരിയായിട്ട് എൻ്റെ ബ്രദറാണ്. പക്ഷേ എൻ്റെ റിവ്യൂലൊന്നും ഞാൻ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ സിജോ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ സിജോ എന്താ പറയുക വിളിച്ചിരുന്നു വരണം അൻസിഫ എന്ന് പറഞ്ഞപ്പം പോകാതിരിക്കാൻ പറ്റത്തില്ല. സിജോ അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ നമ്മൾ പോകണം. എൻ്റെ അത്ര അടുത്ത ഒരു സുഹൃത്താണ്, സുഹൃത്തിനൊക്കെ ഉപരിയായിട്ട് എൻ്റെ ബ്രദറാണ്. അപ്പം അങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ ലൈവ് അപ്ഡേറ്റ് കൃത്യമായിട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ പോകുന്ന വഴിയാണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.